Dear students, myself Shaini Salam, Assistant Professor, Department of Commerce, TKM College of Arts and Science. You have already studied about the evolution of management thought. Management thought, we all know, it is a contributions made by eminent management thinkers or experts in the management field during different time periods. Management thought may be categorized into different stages, like 5 stages, namely pre-scientific management era, classical management era, neoclassical management era, modern management era, and contemporary management era. You have already studied about pre-scientific management era, classical management era, and neoclassical management era. Let's see what is modern management era. Modern management era എന്താണെന്ന് നമുക്ക് നോക്കാം. It has actually contributed from the time period of 1950 to 1970. Two approaches mainly contribute in modern management era. The first one is a systems approach, which started in the time period of 1960 onwards. Here, the management is considered as a system. മാനേജ്മെൻറ്റിനെ ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നു. സിസ്റ്റം നമുക്കറിയാം, സിസ്റ്റം ഈസ് an assemblage of things connected or interrelated so as to form a complex unity, a whole composed of parts and subparts. സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് പാർട്സും സബ് പാർട്സും എല്ലാം ചേർന്ന് ഈ പാർട്സിനെയും സബ് പാർട്സിനെയും എല്ലാം ഓർഡർലി അറേഞ്ച് ചെയ്ത് ഇൻ്റർ റിലേറ്റ് ചെയ്യുന്ന ഒരു ഒരു പ്ലാനിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒന്നാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ മാനേജ്മെൻറ്റ് നമ്മൾ സിസ്റ്റത്തിനോട് ഉപമിക്കുന്നു. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ലൈക്ക് ഫങ്ഷൻ ചെയ്യുന്നത് ഒന്നാണെന്നാണ് ഈ സിസ്റ്റംസ് അപ്രോച്ചിൽ പറയുന്നത്. Major contributors of this school are C.W. Churchman, Kenneth Boulding, Johnson and Rosenberg. ഇവരുടെ അഭിപ്രായത്തിൽ മാനേജ്മെൻറ്റ് ഈസ് പ്യുവർലി എ സിസ്റ്റം. ഇറ്റ് ഫങ്ഷൻസ് ലൈക്ക് എ സിസ്റ്റം. സിസ്റ്റത്തിനകത്ത് പാർട്സ് ഉണ്ട്, സബ് പാർട്സ് ഉണ്ട്. ഈ പാർട്സും സബ് പാർട്സും എല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. ദർ ഇസ് എൻ ഇൻപുട്ട് ആൻഡ് ഫൈനലി ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്. ദർ ഇസ് എ ബൗണ്ടറി ആൻഡ് മാനേജ്മെൻറ്റ് ആസ് എ സിസ്റ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ഒരു സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എ സിസ്റ്റം ഈസ് ബേസിക്കലി എ കോമ്പിനേഷൻ ഓഫ് പാർട്സ്, സബ് പാർട്സ് ആൻഡ് സബ് സിസ്റ്റംസ്. നമുക്കറിയാം, സിസ്റ്റം പാർട്സിൻ്റെയും സബ് പാർട്സിൻ്റെയും സബ് സിസ്റ്റത്തിൻ്റെയും കോമ്പിനേഷൻ. ഫോർ എക്സാമ്പിൾ, വെൻ വി ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് എ ബോഡി പാർട്ട്, നമുക്ക് ഡിഫറെൻറ്റ് ബോഡി പാർട്സ് ഉണ്ട്. ഈ ബോഡി പാർട്സ് എല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. പക്ഷേ ഓരോ ബോഡി പാർട്ടിനും പ്രത്യേകതകളുണ്ട്. ഓരോ ബോഡി പാർട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പക്ഷേ മ്യൂച്വലി റിലേറ്റഡ് ആണ്, ഇൻ്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, പാർട്സ് ആൻഡ് സബ് പാർട്സ് ഓഫ് എ സിസ്റ്റം ആർ മ്യൂച്വലി റിലേറ്റഡ്. A system is not merely the totality of parts and subparts, and the arrangement is most important. നമ്മളൊരു ബോഡി പാർട്ട് എടുത്തു കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് അറേഞ്ച്, എവറി ബോഡി പാർട്സ് അറേഞ്ച് ഇൻ വെൽ. ആക്ച്വലി ഒരു ബോഡി പാർട്ടിനെ നമുക്ക് എന്താ പറയുക, വെൽ അറേഞ്ച്ഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാ പാർട്സും അറേഞ്ച്ഡ് ആണ്, ഇൻ്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, ആ സിസ്റ്റം ഹാസ് എ ബൗണ്ടറി. ആ സിസ്റ്റത്തിനൊരു ബൗണ്ടറി ഉണ്ട്. നമ്മളെ ബോഡി പാർട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൗണ്ടറി ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഫുൾ ബോഡി പാർട്ട് കഴിയുമ്പോൾ ബൗണ്ടറി എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്, ബൗണ്ടറി ഓഫ് എ സിസ്റ്റം ക്ലാസിഫൈസ് ഇൻ ടു 2 parts, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഓപ്പൺ സിസ്റ്റം. ഇനി ക്ലോസ്ഡ് സിസ്റ്റം എന്താണ്, ഓപ്പൺ സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കാം. നമ്മുടെ സറൗണ്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ഓപ്പൺ സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറൗണ്ടിങ്ങുമായിട്ടോ എൻവയൺമെൻറ്റുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലകൊള്ളുന്ന ഒന്നാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മാനേജ്മെൻറ്റ് ക്ലോസ്ഡ് സിസ്റ്റമാണോ ഓപ്പൺ സിസ്റ്റമാണോ എന്ന് നോക്കാം. സിസ്റ്റം ട്രാൻസ്ഫോംസ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. നോർമലി എ സിസ്റ്റം ഫങ്ഷൻസ് ലൈക്ക് ഒരു പ്രോസസ്സ് ആണ്. അവിടെ ഇൻപുട്ട് കൊടുക്കും, ആ ഇൻപുട്ടിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് എ സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടു. പ്രധാനമായിട്ടും 6 ഫീച്ചേഴ്സാണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി മാനേജ്മെൻറ്റ് ആസ് എ സിസ്റ്റം എന്ന് പറയാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. Features of management as a system. Management as a social system. Management is considered as a social system because it consists of mainly human. നമ്മൾ എംപ്ലോയീസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വി ക്യാൻ സീ ഹ്യൂമൻസ് over there. ഈ ഹ്യൂമൻസ് ഒരു സോഷ്യൽ സിസ്റ്റമായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ,
ഇനി മാനേജ്മെൻറ്റ് ആസ് ഓപ്പൺ സിസ്റ്റം. മാനേജ്മെൻറ്റ് ഇൻട്രാക്ട്സ് വിത്ത് ഇറ്റ്സ് എൻവയൺമെൻറ്റ്. ഓപ്പൺ സിസ്റ്റം എന്ന് പറയാൻ കാരണം ഇൻറ്റേർണൽ ഒരു ഫേമിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദർ ആർ ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ്, അറ്റ് ദ സെയിം ടൈം ദർ ആർ എക്സ്റ്റേർണൽ എൻവയൺമെൻറ്റ്. നമുക്ക് എംപ്ലോയീസ് എക്സ്റ്റേർണലി ആണ് വരിക. ഈവൻ ഇഫ് ആ കമ്പനിയുടെ ഭാഗമാണെങ്കിൽ പോലും കുറേ ആവശ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റേർണൽ ഏജൻസീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ബാങ്കിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ എക്സ്റ്റേർണലി നമുക്ക് ഡിപ്പെൻഡായിട്ട് വരും. അപ്പോൾ അതൊരു ഓപ്പൺ സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. ഇറ്റ് ടേക്സ് വേരിയസ് റിസോഴ്സസ് ഫ്രം ഔട്ട്സൈഡ് ആൻഡ് പ്രൊഡ്യൂസസ് ഡിസൈറബിൾ ഔട്ട്പുട്ട് ആൻഡ് വിച്ച് ആർ യൂസ്ഫുൾ ടു ദ എൻവയൺമെൻറ്റ്. ഒരു പർട്ടിക്കുലർ ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടും എൻവയൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സിസ്റ്റം. നെക്സ്റ്റ് അഡാപ്റ്റീവ് ആണ്. അഡാപ്റ്റീവ് ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഡൈനമിക്. എൻവയൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാനേജ്മെൻറ്റിലും ചേഞ്ചസ് ഉണ്ടാക്കും, ചേഞ്ചസ് വരുത്തും. നെക്സ്റ്റ് ഔട്ട്കം ഈസ് പ്രോബബിലിസ്റ്റിക്. പ്രോബബിലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു വൺസ് നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ലൈക്ക് എ പ്രോസസ്. ഇനി ഔട്ട്പുട്ട് എങ്ങനെ വരുള്ളൂ, ഔട്ട്പുട്ട് ഇതാണ് എന്ന് നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. ഇറ്റ് ഈസ് പ്രോബബിലിസ്റ്റിക്. പ്രോബബിലിറ്റി ഇത് വന്നേക്കാം, ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്തില്ലെന്നും വരാം. ഓക്കെ, സോ ഔട്ട്കം ഈസ് പ്രോബബിലിസ്റ്റിക്. നെക്സ്റ്റ് ഈസ് മൈക്രോ അപ്രോച്ച് ആൻഡ് മാക്രോ ലെവൽ. അതായത് മൈക്രോ ലെവലിലും നമുക്ക് കൺസിഡർ ചെയ്യുന്ന ഒന്നാണ്. മാക്രോ ലെവൽ ഈവൻ ഇഫ് വി കൺസിഡർ ഗ്ലോബലി ദ മാനേജ്മെൻറ്റ് ഹാസ് എൻ ഇമ്പാക്റ്റ്. ഓക്കെ, അപ്പം മാനേജ്മെൻറ്റ് ആസ് എ സിസ്റ്റം നമുക്കൊരു ഫേമിനകത്ത് നിന്ന് നോക്കാം, നമുക്ക് ഇൻ്റർനാഷണൽ ആസ്പെക്റ്റിലും മാനേജ്മെൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം ആസ് എ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് എൻ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്. Systems approach of management takes an integrated approach like viewing management or considering management in its totality. നമ്മൾ പറഞ്ഞു പാർട്സ് സബ് പാർട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പാർട്സ് സബ് പാർട്സ് സബ് സിസ്റ്റംസ് എല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് എൻ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്. ഇതൊക്കെയാണ് മാനേജ്മെൻറ്റ് ആസ് എ സോഷ്യൽ സിസ്റ്റം എന്ന രീതിയിൽ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് കണ്ടിജൻസി ഓർ സിറ്റുവേഷണൽ അപ്രോച്ച്. Actually, this approach was developed by J.W. Loesch and P.R. Lawrence in the year 1970. So, it gains importance from the time period of 1970 onwards. ഇതിൽ പറയുന്നത് മറ്റൊന്നുമല്ല, മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ആർ ഡിഫറെൻറ്റ് അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആൻഡ് നീഡ് ടു ബി ടാക്കിൾഡ് ആസ് പെർ സിറ്റുവേഷൻ. അതായത് ദർ ഈസ് നോ വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ തിങ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാഹചര്യം ഓരോ രീതിയിലാണ് വരിക. ഈ സാഹചര്യത്തിനനുസരിച്ച് ഈ സിറ്റുവേഷനനുസരിച്ച് മാനേജ്മെൻറ്റ് പ്രോബ്ലംസിനെ ടാക്കിൾ ചെയ്യണം. ആൻഡ് ദർ ഇസ് നോ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ തിങ് ഇൻ മാനേജ്മെൻറ്റ്. ബിക്കോസ് റെപ്പറ്റേറ്റീവ് ഒരു പർട്ടിക്കുലർ വേ നമുക്ക് ഇങ്ങനെ ചെയ്യാവൂ എന്ന് പറയാൻ ഇഫ് ദ സെയിം തിങ് റിപ്പീറ്റ്സ്. ഹ്യൂമൻ ആണ്, നമ്മൾ എന്ത് ചെയ്യുക, ഒരേ സംഭവം ഒരേ സ്ഥലത്ത് തന്നെ വരില്ല, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ആർ നോൺ റെപ്പറ്റേറ്റീവ്. സോ ഇറ്റ് ഈസ് സിറ്റുവേഷണൽ. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് കണ്ടിജൻസി അപ്രോച്ച്. ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് നീഡ് ടു ബി ടാക്കിൾഡ് എന്നാണ് മേജർ കോൺട്രിബ്യൂട്ടേഴ്സായ J.W. ലോഷും P.R. ലോറൻസും പറയുന്നത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് എൻറ്റയർലി സിറ്റുവേഷണൽ. മാനേജ്മെൻറ്റ് സിറ്റുവേഷണലാണ്. ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ ഇറ്റ് നീഡ് ടു ബി ടാക്കിൾഡ്. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് പോളിസീസ് മേ വേരി വിത്ത് എൻവയൺമെൻറ്റൽ കണ്ടീഷൻ. നമ്മുടെ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിലുള്ള കണ്ടീഷൻസ് വേരി ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മാനേജ്മെൻറ്റ് പോളിസീസിലും ആവശ്യമായ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദെയർ ഇസ് നോ ബെസ്റ്റ് വേ ഓഫ് മാനേജ്മെൻറ്റ്. ഇങ്ങനെ മാനേജ് ചെയ്യുള്ളൂ, ഇങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അങ്ങനെ നമ്മളൊരു ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷനും ഓരോ രീതിയിൽ ടാക്കിൾ ചെയ്യേണ്ടതാണ്. ഒരു ബെസ്റ്റ് വേ മാനേജ്മെൻറ്റ് ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല. Here decision should be taken based on the adverse factors. While taking the decision we should consider the adverse factors. ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് എന്ത് തരത്തിലുള്ള കോൺസിക്വൻസസ് ആണ് ഉണ്ടാകുക എന്ന് നോക്കിയിട്ട് ശേഷം അതും കൂടി കൺസിഡർ ചെയ്ത ശേഷം മാത്രമേ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. സോ മാനേജ്മെൻറ്റ് ഈസ് പ്യുവർലി സിറ്റുവേഷണൽ ഓർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സിറ്റുവേഷൻസ്. ഓക്കെ, ദറ്റ് ഈസ് കാൾഡ് കണ്ടിജൻസി അപ്രോച്ച്. അപ്പോൾ രണ്ട് അപ്രോച്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മാനേജ്മെൻറ്റ് ആസ് എ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് സിസ്റ്റമിനോട് കൺസിഡർ ചെയ്യുന്നു. സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഇൻപുട്സ്, ഔട്ട്പുട്സ്, പ്രോസസ് ഈസ് ദെയർ. ഈ പാർട്സ് ആൻഡ് സബ് പാർട്സ് ഓഫ് എ പർട്ടിക്കുലർ സിസ്റ്റം ഈസ് ഇൻ്റർ റിലേറ്റഡ് ഓർ മ്യൂച്വലി അറേഞ്ച്ഡ് വെൽ. പിന്നെ സിസ്റ്റം ഹാസ് എ ബൗണ്ടറി. മാനേജ്മെൻറ്റിന് ഒരു ബൗണ്ടറി ലെവലുണ്ട്. ഈ ബൗണ്ടറി ലെവലുണ്ട്. ഫോർ എക്സാമ്പിൾ വെൻ വി ടേക്ക് എ കപ്പ് ഓഫ് ടീ,
അത് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്താൽ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സിസ്റ്റം. പുറത്തൊരു എൻവയോൺമെൻറ്റുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ ഒരു ലിഡല്ല, അത് ഓപ്പണായിട്ട് ഇരിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് എനർജി പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ അത് ഓപ്പൺ സിസ്റ്റമാണ്. മാനേജ്മെൻറ്റ് ഒരു ഓപ്പൺ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പം ഈവൻ ദോ മാനേജ്മെൻറ്റ് ഹാസ് ബൗണ്ടറി, ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഓപ്പൺ സിസ്റ്റം, ഇറ്റ് ഈസ് എ സോഷ്യൽ സിസ്റ്റം. ഓക്കെ, സോ രണ്ട് കോൺസെപ്റ്റാണ് പഠിച്ചത്, സിസ്റ്റംസ് അപ്രോച്ച് ആൻഡ് കണ്ടിജൻസി അപ്രോച്ച്. Next, major contributions of Peter F. Drucker. Modern management, Peter F. Drucker is considered as a father of modern management. So, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. He has developed solutions to number of management problems. He has written many books and many papers. One of the most important contribution is MPO. MPO means Management by Objectives. അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ന്യൂ സൊസൈറ്റി, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്സ്. ഇനി MBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദ ബേസിക് പ്രിമൈസ് ഓഫ് ദിസ് കൺസെപ്റ്റ് ഈസ് ദാറ്റ് മാനേജ്മെൻറ്റ് ആസ് എ ഹോൾ ആൻഡ് ഓൾ പാർട്ടിസിപ്പൻസ് ഇൻക്ലൂഡിങ് ഓൾ എംപ്ലോയീസ് ഷുഡ് സ്ട്രൈവ് ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. അതായത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിനെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിലോട്ട് ഡയറക്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ the particular firm can attain the organizational objective. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എ ഫീലിംഗ് among the employees that their personal objectives can be achieved through the achievement of organizational objective. This is called MPO. It is considered as the most important contribution of Peter F. Drucker. So thank you. Hope you have understood.